2 ദിവസത്തെ ലീവിന് ശേഷം നമ്മൾ ലഞ്ച് ബോക്സ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് നമ്മൾ ചോറിന് വേണ്ടിയിട്ട് ഇത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം ഒരു ഹാഫ് കുക്ക് ആയതിൻ്റെ ശേഷം നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗൊക്കെ ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ അതിലേക്ക് ഉപ്പും അതേപോലെ തന്നെ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വെജിറ്റബിളൊക്കെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ പീസ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചേർക്കേണ്ട. അതേപോലെ തന്നെ 2 സോസുകളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇനി മിക്സ് ആക്കി എടുക്കട്ടാം. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് മോൾക്ക് ചിക്കൻ പൊരിച്ചത് വേണ്ടാന്ന് പറഞ്ഞ കാരണം നമ്മൾ ചിക്കൻ ഒരു ഗ്രേവി മാതിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്നാക്സ് ആക്കി കൊടുത്താലോ. അപ്പോൾ സ്നാക്സ് ആക്കി നമ്മൾ കൊടുക്കുന്നത് മാങ്ങയാണ്. അതേപോലെ തന്നെ 2-3 വേഫേഴ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്നാക്സ് ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ലഞ്ചാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ചാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ തുറന്നു, ചൂടോട് കൂടിയിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ആക്കി കൊടുക്കാം. മോൾക്ക് ഇതിൻ്റെ വെജിറ്റബിൾസ് ഒന്നും ആളങ്ങനെ കഴിക്കൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഉപ്പേരി ഐറ്റംസ് ആകുമ്പോൾ ചോറിക്ക് കൊടുത്താലും അങ്ങനെ ആൾ കഴിക്കണ കൂട്ടത്തിലല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോറാക്കി കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും വയറ്റിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഗ്രേവിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സും എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി മോൾക്ക് ഇത് ബാഗിലേക്ക് ആക്കി കൊടുക്കാം. ആക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ പോയി നോക്കുമ്പോണ്ട് ഒരാളത് ഇവിടെ നീച്ച് വന്നിട്ട് ബിസ്ക്കറ്റും ചായയും കുടിക്കാൻ നിൽക്കാനുള്ള ഒരു ഇതാട്ടാ. അപ്പോൾ പിന്നെ കണ്ടപ്പോൾ ഉമ്മച്ചാണ്ട് പൊയ്ക്കോന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം മോൾ മദ്രസൊക്കെ വിട്ടെന്ന് ശേഷം നമുക്കിന്ന് ചായക്ക് കടിയായിട്ടുള്ളത് വെള്ളപ്പാണ് കേട്ടോ. അപ്പം വെള്ളപ്പം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ചൂടോട് കൂടി ഇട്ട് കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു ചൂടോട് കൂടി ആക്കി കൊടുത്തപ്പോൾ ചിലപ്പോൾ ആൾ അങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ കറി വേണം. അപ്പം മിച്ച കറി ഉണ്ടോയെന്ന് വെച്ചപ്പോൾ പിന്നെ ഞാൻ കറി ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോള് സാവധാനം സ്ലോയിൽ തിന്നുന്ന ഒരാളാണ്. അപ്പം ഞാൻ പിന്നെ വാരി കൊടുക്കാൻ നിന്നു. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എനിക്ക് വിശന്നപ്പോൾ പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് അവിടെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചു. അപ്പോൾ മോൻ കൊടുത്തപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിതാ പതിവ് പോലെ തന്നെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നു. മോള് പോയതിൻ്റെ ശേഷം ഞാൻ വന്ന് നോക്കുമ്പോൾ 3 ആളും ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൊടുത്തപ്പോൾ ആർക്കും വേണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നലായി. അങ്ങനെ അവരേതായാലും തിന്നലങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ കൂടിക്കൂ. അപ്പോൾ ഓക്കെ, ബൈ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.